ബ്രഹ്മാവിന്റെ മാനസപുത്രിയും അതീവ സുന്ദരിയുമായ അഹല്യ ഗൗതമ മഹർഷിയുടെ ഭാര്യയായിരുന്നു. ഒരിക്കൽ ദേവേന്ദ്രൻ അഹല്യയുടെ സൗന്ദര്യത്തിൽ മോഹിതനായി. ഗൗതമൻ ആശ്രമത്തിൽ ഇല്ലാത്ത സമയം നോക്കി ദേവേന്ദ്രൻ ഗൗതമന്റെ രൂപം ധരിച്ച് അഹല്യയെ സമീപിച്ചു. ദേവേന്ദ്രനാണെന്ന് തിരിച്ചറിയാതെ അഹല്യ അദ്ദേഹത്തോട് സഹകരിച്ചു. ഗൗതമൻ പുഴയിൽ കുളിക്കാൻ പോയതായിരുന്നു. തിരികെ ആശ്രമത്തിലേക്ക് വരുമ്പോൾ ദേവേന്ദ്രൻ തന്റെ രൂപം ഉപേക്ഷിച്ച് പൂച്ചയുടെ രൂപത്തിൽ ഓടിമറയുന്നത് കണ്ടു. ഇതെല്ലാം മനസ്സിലാക്കിയ ഗൗതമൻ കോപാകുലനായി. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം അഹല്യയെ കല്ലാക്കി ശപിച്ചു. എന്റെ കണ്ണിൽപ്പെടാതെ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ട് നീ ഇവിടെ ഒരു പാറയായി കിടക്കട്ടെ. ത്രേതായുഗത്തിൽ വിഷ്ണുവിന്റെ അവതാരമായി ശ്രീരാമൻ ഈ വഴി വരുമ്പോൾ അവിടുത്തെ പാദസ്പർശത്താൽ നിനക്ക് മോക്ഷം ലഭിക്കും എന്ന് അദ്ദേഹം ശപിച്ചു. ദേവേന്ദ്രനെയും ഗൗതമൻ ശപിച്ചു. വർഷങ്ങൾ കടന്നുപോയി. വിശ്വാമിത്ര മഹർഷിയോടൊപ്പം രാമനും ലക്ഷ്മണനും മിഥിലയിലേക്ക് യാത്ര ചെയ്യുന്ന വഴിക്ക് ഗൗതമന്റെ ആശ്രമത്തിനടുത്തെത്തി. ആശ്രമം ശൂന്യമായി കിടക്കുന്നത് കണ്ട രാമൻ അതിന്റെ കാരണം വിശ്വാമിത്രനോട് ചോദിച്ചു. വിശ്വാമിത്രൻ അഹല്യയുടെയും ഗൗതമന്റെയും കഥ രാമനോട് വിശദീകരിച്ചു. അഹല്യ ശിലാരൂപത്തിൽ അവിടെയുണ്ടെന്നും രാമന്റെ പാദസ്പർശത്താൽ ശാപമോക്ഷം ലഭിക്കുമെന്നും അറിയിച്ചു. വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം രാമൻ ആ ശിലയിൽ പാദസ്പർശം ചെയ്തു. രാമന്റെ പാദസ്പർശമേറ്റ ഉടൻ തന്നെ ശിലയിൽ നിന്ന് അഹല്യ തന്റെ യഥാർത്ഥ രൂപം പ്രാപിച്ചു. അഹല്യ രാമനെ കണ്ടു തൊഴുത് പാപമോചനം നേടിയതിൽ ആഹ്ലാദിച്ചു. തുടർന്ന് ഗൗതമ മഹർഷി അഹല്യയെ സ്വീകരിച്ച് അവരിരുവരും സന്തുഷ്ടരായി ജീവിച്ചു.